വന്ന് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് ന്യൂസ് നോക്കി നോക്കാം. എന്തോ ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ട് ഗൈസ്. എല്ലാവരും ഇങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ എന്തായാലും ന്യൂസ് പോയി നോക്കട്ടെ. വല്ല ന്യൂസ് വന്നിക്കണോ എന്ന് നോക്കുകയാണ് ഗൈസ്. അപ്പോൾ വന്നിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒക്ടോബേഴ്സ് താനെ ടീമായിട്ട് പോയതായിരിക്കും. അങ്ങനെ വരാനുള്ള വഴിയുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ടൊന്ന് നോക്കട്ടെ നമ്മുടെ ന്യൂസ് ചാനലിൽ വല്ലതും വന്നിക്കണമെന്ന് ഇതിനെ പറ്റിയിട്ട്. ഓക്കെ ഗൈസ്, ഞാൻ നോക്കാം. ഗൈസ്, ഞാനിവിടെ വന്നപ്പോൾ താണ്ട് ഓരോ ഒക്ടോബേഴ്സും സ്വിമ്മിങ് പൂളിലും അതേപോലെ തന്നെ പൂളിലും പിന്നെ നമ്മുടെ കടലിലും ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ ന്യൂസിൽ പറയുന്നത് ഈ ഒരു ഒക്ടോബേഴ്സിനെ കാണുന്നവർ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു സിറ്റിയെ നശിപ്പിക്കാനാണ് ഇതിൻ്റെ പ്ലാൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ എൻ്റെ ബീച്ചിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബീച്ചിൽ പോയിട്ട് നമുക്ക് ആ ഒക്ടോബേഴ്സിനെ കൊല്ലണം. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു പർപ്പിൾ ഒക്ടോബേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ന്യൂസിൽ കേട്ട പോലെ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ന്യൂസിൽ വന്ന കാരണം നമുക്ക് കൊന്നാലും നമുക്ക് സീൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റ് ആയി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്കേ ഇറങ്ങത്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ഒക്ടോബേഴ്സിനെ പോയി റാഞ്ചണം ഗൈസ്. ഓക്കെ, ഞാൻ ആ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ ന്യൂസിൽ കണ്ട പോലെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. താണ്ട ഒക്ടോബേഴ്സ് ഗൈസ്. ഇതൊന്നും ചാവുന്നില്ല എടാ, ഇതിന് വെടി കൊള്ളുന്നില്ല എടാ ഗൈസ്. അതിനും കൊന്ന്. ഓക്കെ, ഇനി അടുത്തത് എവിടെയാണ്? നമ്മുടെ ജൊറാസിക് പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ഒക്ടോബേഴ്സ് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് നമുക്ക് അതിനും കൂടി കൊല്ലാണ്ട്. അപ്പോൾ കെയിനോന്ന് എനിക്ക് ഉറപ്പില്ല, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, ഇത് കുറച്ച് വലുതാണ് കേട്ടോ. വലിയൊരു ഒക്ടോബേഴ്സാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിന് വെടിയൊക്കെ കൊള്ളുന്നുണ്ട്, പക്ഷെ ഇത് ചാവുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ അതിനും കൊന്നിട്ടുണ്ട്. അപ്പം ഇനി എല്ലാ ഒക്ടോബേഴ്സിനും ഇപ്പം കൊന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ റൂമിലുണ്ടായിരുന്നത് എവിടെ ഗൈസ്? അതെവിടെ എന്നാലും പോയി ഗൈസ്. അതിന് ഈ കൂട്ടത്തിൽ മാത്രം കണ്ടില്ല കേട്ടോ ഗൈസ്. കണ്ടിട്ടില്ല ഗൈസ്. ഒരു ഒക്ടോബേഴ്സും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതാണോ എന്നൊന്ന് നോക്കണം. അതാണോ? ഇതുമല്ല ഗൈസ്. ഇതിന് ഞാൻ അങ്ങോട്ട് കൊല്ലുകയാണ്. ഇതല്ല കേട്ടോ ഗൈസ്. ഇതല്ല എൻ്റെ റൂമിലത്തെ ഗൈസ്. ഇതിന് ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റൂമിലുള്ളത് എവിടെ പോയി ഗൈസ്? എങ്കിൽ എനിക്ക് ഉറപ്പാണ് അത് എൻ്റെ വീടിൻ്റെ ചുറ്റിപ്പറ്റി എവിടെയോ ഉണ്ട്. നമുക്ക് എന്തായാലും അതിനെ കൂടി ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഈ ഒരു വീട്ടിൽ എല്ലാ മുക്കും മൂലയും ഒന്ന് അരിച്ച് പെറുക്കാൻ പോവുകയാണ് ഗൈസ്. ആ ഒക്ടോബേഴ്സിനെ ഒന്ന് പിടിച്ചിട്ട് തന്നെ ഉള്ളൂ ബാക്കി കാര്യം കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇതേത് ഒക്ടോബേഴ്സാടേ? ഇതേതൊരു വെള്ള ഒക്ടോബേഴ്സ് ഗൈസ്. എന്തായാലും നമ്മൾ കണ്ടതിനൊക്കെ കൊല്ലുന്നുണ്ട്. ഇതേയും കൂടി അങ്ങോട്ടങ്ങ് കൊല്ലാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് നേരെ വെള്ളത്തിനടിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതെന്തൊരു കണ്ണ് ഗൈസ്. അതെന്ത്? അതിൻ്റെ വലുത് താണ്ട അവിടെ ഇതാണ്ടേ ഗൈസ്. എൻ്റെ റൂമിലുണ്ടായിരുന്നേ ഒക്ടോബേഴ്സ് താണ്ട റോട്ടിൽ ഇറങ്ങിക്കുന്നു. ഇവൻ എന്തിനാ ഗൈസ്? അയ്യോ, ഇവനെ വെടി വെച്ചിട്ട് എടാ, ഇവൻ എന്ത് കളിക്കണ? ഇതാ പോയി അവൻ. എടാ, ഇവൻ എന്ത് ഇതാണ്ട് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. എടാ, ഇവനെന്ത് ഞാൻ വെടി വെച്ച് കൊല്ലും ഗൈസ്. ഓക്കെ, വെടി വെച്ചിട്ട് ഇവൻ ചാകുന്നില്ല. ആ പോയി. അയ്യോ, ഇതെന്തരാ? ഇതെന്റെ ഒക്ടോബേഴ്സാണ്. അയ്യോ ഗൈസ്, പെട്ടു. ഇതെന്താ സംഭവം? ഓ, കല്ല് തടയല്ലേ. ഒയ്യോ, വീണ് ഗൈസ്. എൻ്റെ കൺമുമ്പിൽ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഒക്ടോബേഴ്സിനെ കാണുന്നത്. ഇത് എവിടുന്നാണ് ഈ കത്തി കൊണ്ടൊക്കെ വന്നിട്ടുള്ളത് ഗൈസ്? ഞാൻ എന്തായാലും ഈ കത്തിയും കൊണ്ട് അവനെ കുത്തട്ടെ. അയ്യേ എടേ, ഇത്ര കുത്തിനുള്ളതുണ്ടായിരുന്നു. അതിത്ര ചെറുതായ? എടാ,
ഇതെന്ത് ഒക്ടോബേഴ്സാണ് ഗൈസ്? അതിനെ പിടിച്ച് ആ വള്ളത്തിൽ തന്നെ എറിഞ്ഞിട്ടുണ്ട്. അയ്യോ ഉറക്കം വരുന്നേ. ഇനി എന്തായാലും പോയി കിടന്നുറങ്ങട്ടെ, ക്ഷീണിച്ചു ഗൈസ്. ഓ ഞാനൊരു നിമിഷത്തേക്ക് ഇല്ലാതായി പോയി, അവിടെ തടഞ്ഞു വീണപ്പോൾ ഗൈസ്. ഇനി ഞാൻ എന്തായാലും പോയി ഇറങ്ങട്ടെ ഗൈസ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ മതിയായി.